afternoon. Good afternoon. Okay, good afternoon. സുനിത് സുരേന്ദ്രൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. ഓക്കെ വിസ്മയ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? നമ്മള് എന്താണ് ക്വാളിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. അതുവരെ വായിച്ചു നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? വിസ്മയ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീന്തു വായിച്ചു നോക്കി. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് കേട്ടോ. ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസസിന്റെ കമ്പോണന്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ഇനി ക്വാളിറ്റി ഹെൽത്ത് സർവീസസിലെ കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കമ്പോണന്റുകൾ ചേരുമ്പോഴാണ് നമുക്കതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും അതിനകത്ത് 9 കമ്പോണന്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ആ കമ്പോണന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. We should understand this in order to refine the quality of care. The parts are listed in the box below. We shall look briefly at each of the parts കേട്ടോ. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസസിന്റെ കമ്പോണന്റുകളാണ്. ഈ പറയുന്ന കമ്പോണന്റുകൾ എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്കത് ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു ഹെൽത്ത് സർവീസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 9 കമ്പോണന്റുകൾ. നിങ്ങൾ ആ കമ്പോണന്റുകളുടെ എക്സ്പ്ലനേഷൻ ഒക്കെ ധാരാളം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ കമ്പോണന്റുകളാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ വരുന്നത് ആക്സസ് ആണ് കേട്ടോ. ഇതാണ് ആക്സസ്. ഓക്കെ, ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രവേശനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. ആക്സസ് ചെയ്യാൻ പറ്റുക പ്രവേശനമാണ്. ഓക്കെ, പിന്നെ വരുന്നത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് കേട്ടോ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതികമായിട്ടുള്ള കഴിവുകള്. പിന്നെ മൂന്നാമത്തത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ വരുന്നത് ഇഫക്റ്റീവ്നെസ് ആണ് കേട്ടോ. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ഫലപ്രാപ്തി അല്ലെ. ദെൻ എഫിഷ്യൻസി, കാര്യക്ഷമത അല്ലെ. പിന്നെന്താണ്? കണ്ടിന്യൂറ്റി, തുടർച്ച. പിന്നെ വരുന്നത് സേഫ്റ്റി ആണ് അല്ലെ, സുരക്ഷിതത്വം. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു റിലേഷൻസ് അല്ലെ. ഒരു വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ്, അതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അമ്യൂണിറ്റീസ് ആണ്. അമ്യൂണിറ്റീസ് മീൻസ് അർത്ഥം ഫെസിലിറ്റീസ് എന്നാണ് കേട്ടോ. ഫെസിലിറ്റീസ് കേട്ടോ, സൗകര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 9 കമ്പോണന്റുകൾ ഏതൊക്കെ രീതിയിലാണ്? ഈ പറയുന്ന കമ്പോണന്റുകളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് സർവീസ് ആണെന്ന് നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഓരോ കമ്പോണന്റുകളും മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് നമ്മൾ പറഞ്ഞത് ആക്സസ് ആണ് അല്ലെ. ആക്സസ് ടു സർവീസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾക്ക് പറയാം നല്ല ഹെൽത്ത് സർവീസ് ഒക്കെ ആണ്, പക്ഷെ എന്താണ്? എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത്? ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് പറയുള്ളൂ അല്ലെ. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട്, മനസ്സിലായോ? അതായത് നല്ല മരുന്നുകൾ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അതിനേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ആക്സസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു ഹെൽത്ത് കെയർ, ഒരു ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ഏത് സാധാരണക്കാർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുമെങ്കിലേ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്ന് പറയാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അങ്ങനെയുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്, ആക്സസ് ടു സർവീസ്. കേട്ടോ, നോക്കാം. Everyone should have an entry. Entry ആണ്, ആക്സസ് മീൻസ് എൻട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Everyone should have an entry to quality health care. എല്ലാ ആളുകൾക്കും ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയറിലേക്ക് എന്തുണ്ടായിരിക്കണം? പ്രവേശനം ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്കത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാനൊക്കുള്ളൂ കേട്ടോ. എന്താണ് ആക്സസ് അഥവാ എൻട്രി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻട്രി എന്ന് പറഞ്ഞാൽ ആക്സസ് തന്നെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Entry refers to the ability of the individual to obtain health services. Okay, എന്താണ് എൻട്രി എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ എബിലിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. ഒരു വ്യക്തിക്ക് ഒരു ഹെൽത്ത് സർവീസസ് ലഭിക്കുന്നതിനുള്ള അവരുടെ ആ ഒരു എൻട്രി, അവരുടെ ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു സാധ്യത, എബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർത്ത് വെക്കാട്ടോ, എന്താണ് ആക്സസ് എന്ന് പറഞ്ഞാല്? എൻട്രി ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ദ എൻട്രി. എൻട്രി മീൻസ് ഓർ ആക്സസ്, ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസരത്തിനെ അല്ലെങ്കിൽ ആ ഒരു സാധ്യതയെയാണ് നമ്മളുടെ ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ എഫക്ട് എൻട്രി. നമ്മൾ ഈ പറയുന്ന ആക്സസിന് അഥവാ എൻട്രിനെ സ്വാധീനിക്കുന്ന ചില ഫാക്ടേഴ്സുകൾ ഉണ്ട് അല്ലെ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം? ഹെൽത്ത് സർവീസസ് അവർക്ക് ലഭിച്ചിരിക്കണം. എല്ലാ ആളുകൾക്കും, അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ ആളുകൾക്കും ഒരു ഹെൽത്ത് സർവീസ് ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്കത് ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് പറയുന്നത്. കുറച്ചു പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചു പേർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഈ പറയുന്ന ആക്സസിനെ സ്വാധീനിക്കുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഫാക്ടർ ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്. മൂന്നാമത്തത് കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, നമ്മുടെ സംസ്കാരങ്ങള്, വിശ്വാസങ്ങള്, മൂല്യങ്ങള്, ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ആക്സസിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. വേറെ ഹെൽത്ത് ഫെസിലിറ്റി ഈസ് സിറ്റുവേറ്റഡ് far away or it is difficult to get transport to the facility, access to quality health care becomes a problem. ശരിയാണ് അല്ലെ? അതായത് ഇപ്പൊ നമുക്ക് എത്ര നല്ല ഹെൽത്ത് സർവീസ് ആണെങ്കിലും ഈ പറയുന്ന രോഗിക്ക് ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ദൂരെയാണെന്നിരിക്കട്ടെ, ഒത്തിരി അകലെയാണ്, അല്ലെങ്കിൽ അവർക്ക് അവിടേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളോ കാര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ എന്താവും? അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? എത്ര നല്ല സർവീസ് കൊടുക്കുന്നതാണെങ്കിൽ കൂടിയും അവർക്ക് ആ ഹോസ്പിറ്റൽ ഒരുപാട് ദൂരെയാണ്. അതൊന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം എന്താണ്? അവിടേക്ക് എത്തിപ്പെടാനായിട്ട് യാതൊരുവിധ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ അവർക്ക് ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഹെൽത്ത് സർവീസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു ഫാക്ടർ അല്ലേ? ഇതാണ് ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തേതാണ് ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അതും ആക്സസിനെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ്? Where people cannot pay for the services rendered. ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിക്കാതെ വരും. ഇപ്പൊ വളരെ ചിലതെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചിലപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അവർക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് അവർക്ക് പൈസ കൊടുക്കാനില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ഹെൽത്ത് സർവീസ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ളത് ഒരു പ്രധാനമുണ്ട്. വലിയ വലിയ പൈസ ചെലവുള്ള കാര്യങ്ങളാണെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലത്? അവർക്കത് അഫോർഡബിൾ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് അവോയ്ഡ് ചെയ്യും അല്ലെ. അതാണ് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ. അതായത് ഒരു വ്യക്തിക്ക് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല, പേ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ അല്ലെ. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹെൽത്ത് സർവീസ് ആക്സസ് ചെയ്യാനായിട്ട്
സാധിക്കില്ല. ഓക്കെ, മൂന്നാമത്തത്, അത് രണ്ടും നമുക്ക് ഓർത്ത കാര്യം മനസ്സിലായി. മൂന്നാമത്തെ എന്താണ്? കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആണ്. സംസ്കാരങ്ങള്, അതുപോലെ വിശ്വാസങ്ങള്, മൂല്യങ്ങള്. അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ദ സർവീസസ് പ്രൊവൈഡഡ് may not be in keeping with the culture, beliefs and values of some people. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പല ബാക്ക്ഗ്രൗണ്ട് അല്ലെ, പല പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അല്ലെ. പല പല കൾച്ചറൽ ബിലീഫ്സ്, വാല്യൂസ് അല്ലെ, പല പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായ സംസ്കാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. അപ്പോ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ചില ഹെൽത്ത് സർവീസുകൾ അവരുടെ വിശ്വാസങ്ങള് അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങൾക്ക്, അവരുടെ മൂല്യത്തിന് അപ്പുറത്താണെങ്കിൽ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു എക്സാമ്പിൾ, ഒരു റെസിഡൻഷ്യൽ ഏരിയ, ഒരു റെസിഡൻഷ്യൽ ഏരിയയില് കുറച്ച് എന്താ പറയാ പരമ്പരാഗതമായി മീൻസ് ഒരു കുറച്ച് എന്താ പറയാ പഴയ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് മനസ്സിലാകാനായിട്ട്. റെസിഡൻഷ്യൽ ഏരിയ, അവിടെ ആ റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്നിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല നല്ല സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു അലോപ്പതിക് സിസ്റ്റമാണ് കേട്ടോ അവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയില് കുറച്ച് എന്താണ് പഴയ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആയുർവേദ അല്ലെങ്കിൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ ആ ഒരു ബിലീഫ് തന്നെ, അവർ ആയുർവേദമാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എത്ര നല്ല ഹെൽത്ത് സർവീസ് അടുത്തും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവരവിടെ പോകാനായിട്ട് തയ്യാറാവില്ല. കാര്യം അവർ ഓപ്റ്റ് ചെയ്യുന്നത് ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. അതേസമയം തൊട്ടടുത്തുള്ള അലോപ്പതിക് ഹോസ്പിറ്റലാണ്, നല്ല സേവനങ്ങളാണ്, പക്ഷെ അവരുടെ ബിലീഫ്സിന് അത് എന്തല്ല, അവർക്ക് ആപ്റ്റ് അല്ല. ഓക്കെ, മനസ്സിലായത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചില സേവനങ്ങള് അവരുടെ വിശ്വാസങ്ങൾക്ക്, അവരുടെ സംസ്കാരങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങൾക്ക് അനുയോജ്യമല്ലാന്നുണ്ടെങ്കിൽ അത്തരം ഹെൽത്ത് സർവീസ് അവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ആദ്യത്തെ പോയിന്റ് എന്താണ്? ആക്സസ് ആണ് കേട്ടോ. ആക്സസ് മീൻസ് എൻട്രി ആണ്. നിങ്ങളുടെ ഓർക്കുക, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസസ്. കേട്ടോ, ഒരു വ്യക്തിക്ക് ഹെൽത്ത് സർവീസസ് ലഭിക്കുന്നതിനുള്ള അവരുടെ ആ ഒരു എബിലിറ്റി, അവർക്ക് അതിനുള്ള അവസരം, അതിനെയാണ് നമ്മളിവിടെ എൻട്രി അഥവാ ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസിനെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? പലതവണ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, 2 ഫിനാൻഷ്യൽ കാര്യങ്ങളാണ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ്. മൂന്നാമത്തേത് എന്താണ്? കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ കമ്പോണന്റ് ഓക്കെയാണ്. രണ്ടാമത്തെ കമ്പോണന്റ് നമുക്ക് പഠിക്കാനുള്ളത് ടെക്നിക്കൽ കോമ്പീറ്റൻസ് ആണ് കേട്ടോ. അതായത് സാങ്കേതികമായിട്ടുള്ള കഴിവുകളാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കുറെ എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ to apply their knowledge, skill and experience to perform a specific task or occupation. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിക്ക് അവർക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാസ്ക്, എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്കോ അവർക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ സ്കില്ലും നോളജും എക്സ്പീരിയൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതാണ് എന്ത്? ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ടുള്ള കഴിവ്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് തിയററ്റിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അതൊക്കെ നമുക്ക് പരീക്ഷ പാസ്സായി നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ ആ തിയറി നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് എന്തും ഉണ്ടായിരിക്കണം? ടെക്നിക്കൽ ആയിട്ടുള്ള കോമ്പീറ്റൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങള് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ കാര്യമുണ്ടോ? കുറെ തിയറി പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാക്ടിക്കൽ ആക്കുന്നത്. നമുക്കത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. ആ അപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ ഒരു കഴിവുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദെയർ നോളജ്, സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഓർ ഓക്യുപ്പേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് വായിക്കാം. ഇത് എത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് എത്രയേ ഉള്ളൂ. ഇനി വായിക്കാം. Technical proficiency as an indicator of quality assurance
that suggested that we should have sufficient knowledge and skills to perform our functions in order to provide quality service. അപ്പൊ നമുക്കറിയാം ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൽ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, ആ നോളജ് അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ചേർന്നെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന സർവീസുകൾക്ക് എന്തുണ്ടാവുള്ളൂ, ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ, വൺ മസ്റ്റ് ഗോ ടു എ നഴ്സിംഗ് സ്കൂൾ ആൻഡ് പാസ് ദ നഴ്സിംഗ് എക്സാമിനേഷൻസ് ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ നഴ്സ്. ശരിയാണല്ലേ? ഒരു നഴ്സിന് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നേക്കാളും മുമ്പ് ഓടിപ്പോയി നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആദ്യം എന്ത് ചെയ്യണം, നഴ്സിംഗ് എക്സാമിനേഷൻസ് പാസ്സാവണം അല്ലെ. അതുപോലെ തന്നെ അതിൽ അവർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു നഴ്സായിട്ട് അവർക്ക് ജോലി ലഭിക്കുള്ളൂ അല്ലെ. അതാണ്. Even though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in-service training workshops, etc. അത് വേറൊന്നുമല്ല, ഇപ്പൊ നമ്മള് സ്കൂളിൽ നമ്മൾക്ക് ഈ നോളജ് കിട്ടാൻ നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്നത് എന്തിനും നമ്മൾ ജീവിതകാലം ഒരു സ്കൂളിലും കോളേജിലൊന്നും നമ്മൾ പോകുന്നില്ല അല്ലെ. ഒരു പെർട്ടിക്കുലർ കാലയളവ് തന്നെ മാത്രമാണ് നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്നതും നമ്മൾ മറ്റു അറിവുകളും മറ്റുമൊക്കെ നമ്മൾ നേടുന്നത്. പിന്നീടുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട അറിവുകളാണ് അല്ലെ. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നേടുന്ന ഒരുപാട് അറിവുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന ഹെൽത്ത് ബുക്സുകൾ വാങ്ങിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്സുകൾ, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോളജിനെ എപ്പോഴും നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ. വീണ്ടും വീണ്ടും നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നോളജും സ്കില്ലുമാണ് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് കൊടുക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Since we are health professionals, we should also understand our limits. That is, know what we can do and what we cannot do. With regard to what we cannot do, we are expected to refer them to other centers or personnel who are more proficient to tackle them. Our practice should also be controlled by the laid out standards and guidelines. Example, standard treatment guidelines. വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ പരിമിതികള്, അതുപോലെ നമ്മുടെ കേപ്പബിലിറ്റീസുകൾ എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു അറിവ് ഉണ്ടായിരിക്കണം, നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരാവശ്യപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അതിനുള്ള കേപ്പബിലിറ്റി നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും പേഴ്സണലിന്റെ അടുത്തേക്ക് അവരെന്ത് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിടണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, കൊടുക്കുന്ന എല്ലാ ഹെൽത്ത് സർവീസുകളും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, വളരെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോഴേ അതിനുള്ളത് എന്തായി മാറുള്ളൂ, ക്വാളിറ്റിയുള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് നമ്മൾ പറഞ്ഞത്, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പീറ്റൻസ് അവിടെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദ നോളജ്, സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ടു പെർഫോം ദ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? രണ്ടാമത്തെ കമ്പോണന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഇക്വിറ്റി ആണ് കേട്ടോ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സമത്വമാണ് അല്ലെ. അതായത് നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് സർവീസസ് ഒരിക്കലും എന്ത് ആവാൻ പാടില്ല, യാതൊരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുക്കേണ്ടത്. ശരിയല്ലേ? അവിടെ നമ്മളൊരു കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല അല്ലെ. എല്ലാവർക്കും ഒരേപോലെ രീതിയിൽ ഒരേ രീതിയിലുള്ള ഹെൽത്ത് സർവീസ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് മൂന്നാമത്തെ കമ്പോണന്റ്, ഇക്വിറ്റി. ഓക്കെ, ക്വാളിറ്റി സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ പീപ്പിൾ ഹു ആർ ഇൻ നീഡ് ഓഫ് ദം, be they poor, children, adult, old people, pregnant women, disabled, etc. Okay, അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്?
providing equal quality of care to all people regardless of their race, അതുപോലെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി എക്സെട്ര. അല്ലെ, ഒരിക്കലും ഒരു വ്യക്തിയുടെ കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ സോഷ്യൽ സ്റ്റാറ്റസോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ അതൊന്നും പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ നമ്മളൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഹെൽത്ത് സർവീസ് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് മാറുന്നത്. കാരണം അവിടെ പറയുന്നത് കേട്ടോ, അവിടെ പാവപ്പെട്ടവരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വയസ്സായ ആളുകളോ പ്രഗ്നന്റ് വുമനോ വൈകല്യമുള്ള ആളുകളോ അങ്ങനെ ഒന്നുമില്ല അവിടെ. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ പാടില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഹെൽത്ത് സർവീസ് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതുപോലെ ക്വാളിറ്റി സർവീസസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി, ഇൻ വില്ലേജസ്, ടൗൺസ് ആൻഡ് സിറ്റീസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അത് എക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസസ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമായിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. എക്വിറ്റി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ ലഭിക്കണം എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് മാത്രമല്ല, എല്ലായിടത്തും, അതായത് ഒരു വില്ലേജിലായാലും ടൗണിലായാലും സിറ്റികളിലൊക്കെ ഈ പറയുന്ന ഈ ഹെൽത്ത് സർവീസസ് ഒരുപോലെ ആളുകൾക്ക് എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം, ലഭ്യമായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് എക്വിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്രൊവൈഡിങ് ഈക്വൽ ക്വാളിറ്റി ഓഫ് കെയർ ടു ഓൾ പീപ്പിൾ regardless of their race, community, അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര. ഓക്കെ, ദെൻ അടുത്തത് കേട്ടോ, നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഇഫക്റ്റീവ്നെസ് ആണ് കേട്ടോ. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രാപ്തി. നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുത്തു, അതിന് എന്തെങ്കിലും ഫലം ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അല്ലാണ്ട് പറയുമ്പോൾ ഒരു ഹെൽത്ത് സർവീസ് കൊടുത്തു പക്ഷെ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്കതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഇനി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇഫക്റ്റീവ്നെസ് ആണ്, ഫലപ്രാപ്തി ഉണ്ടാവുക. അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, അതിൽ നിന്നും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സർവീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫലപ്രാപ്തി വായിക്കാൻ നമുക്ക്. അപ്പൊ ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൊവൈഡിങ് ദ ഹെൽത്ത് സർവീസസ് ദാറ്റ് പ്രൊവൈഡ്സ് ഒരു പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ പേഷ്യന്റ് ലൈഫ് സ്റ്റൈൽ കേട്ടോ. അതായത് ഒരു പേഷ്യന്റിന്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഹെൽത്ത് സർവീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അവിടെ ഇഫക്റ്റീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, I can we are interested in the type of care that generates a positive change in the patient's health or quality of life. ഒരു പേഷ്യന്റിന്റെ ഹെൽത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത ശൈലിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തില് നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുക്കുന്നതിനെയാണ് അവിടെ ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കിയേ. We therefore provide treatments that are known to be fruitful. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വേണം നമ്മൾ കൊടുക്കാൻ. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ഓർ ORS കേട്ടോ. അപ്പൊ ORSന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് എന്നാണ് കേട്ടോ. ORSന്റെ ഫുൾ ഫോം എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. ഇപ്പൊ ഒരു ഡയേറിയ വന്നിട്ടുള്ള ഒരു കുഞ്ഞിന് നമ്മളൊരു എന്ത് കൊടുക്കും? ORS കൊടുക്കും. എന്തുകൊണ്ട് അത് പറയാൻ കാരണം? നമുക്കറിയാം ഡയേറിയ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വൊമിറ്റിങ്ങും അതുപോലെ തന്നെ ലൂസ് മോഷനും ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ ധാരാളമായിട്ട് കുട്ടിയുടെ ശരീരത്തിന് എന്ത് നഷ്ടപ്പെടും? വെള്ളം നഷ്ടപ്പെടും. ഡീഹൈഡ്രേറ്റഡ് ആകും കുട്ടി. പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലെ. ഉടനെ തന്നെ നമ്മൾ ORS കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവില്ലേ? അതിനെ റീഹൈഡ്രേറ്റ് ചെയ്യാണ് അല്ലെ. റീഹൈഡ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ലൈഫിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ കൊടുത്ത അതൊരു ഇഫക്റ്റീവ്നെസ് ആണ് അല്ലെ. നമ്മളൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സേവനമാണ് നമുക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അവിടെ, അതാണ് പറഞ്ഞത് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ORSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് കേട്ടോ, അഞ്ചാമത്തെയാണ് ഇത് എഫിഷ്യൻസി, കാര്യക്ഷമത അല്ലെ. കാര്യക്ഷമത എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതും ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് കാര്യക്ഷമത എന്ന് പറയുന്നത്. കാര്യക്ഷമത എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യില് എന്താണ് ഉള്ള റിസോഴ്സുകളെ വെച്ച് നമുക്ക് ഏറ്റവും മാക്സിമം നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അതാണ് അവിടെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കാര്യക്ഷമത എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സ്, ഒരാളുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് റിസോഴ്സ് ഉണ്ട്. പക്ഷേ ഈ കുറച്ച് റിസോഴ്സ് ഉള്ള ആളുകൾക്കും കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഓരോരുത്തരുടെ എഫിഷ്യൻസിയാണ് അല്ലെ. ഇപ്പൊ ഒരുപാട് റിസോഴ്സ് ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന യാതൊരു നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ കുറവാണെങ്കിൽ കൂടിയും നമുക്ക് കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് നല്ലൊരു ഔട്ട്കം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എഫിഷ്യൻസി, കാര്യക്ഷമത. നോക്കാം, എഫിഷ്യൻസി ഇസ് ദ പ്രൊവിഷൻ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എഫിഷ്യൻസി ഇസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അതായത് പരമാവധി ഒരു കുറഞ്ഞ ചെലവില് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് നമ്മൾ കൊടുക്കുക. ആ ഒരു അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് മാത്രം ഒതുങ്ങുന്നതല്ല, എഫിഷ്യൻസിയിൽ വേറെ കുറെ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് മാർക്ക് ചെയ്ത് വെക്കാം. എഫിഷ്യൻസി ഇസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. പരമാവധി കുറഞ്ഞ വിലയിൽ എന്ന് പറഞ്ഞാൽ റീസണബിൾ വിലയിൽ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് നമുക്ക് എഫിഷ്യൻസി എന്ന് പറയാം. അതുകൂടാതെ വി ആർ എക്സ്പെക്ടഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് അവർക്ക് വേസ്റ്റ് ഓഫ് അവർ വീഗർ റിസോഴ്സസ് അല്ലെ. അതുപോലെ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റ് കുറയ്ക്കണം അല്ലെ. മീഗർ എന്ന് പറഞ്ഞാൽ തുച്ഛമായ എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ കയ്യിൽ വളരെ തുച്ഛമായുള്ള റിസോഴ്സുകളാണ് ഉള്ളത് എങ്കിലും നമ്മൾ പരമാവധി വേസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക. അതാണ് അവിടെ എഫിഷ്യൻസി ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കാം, we waste resources by prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying supplies and equipment we do not use. What happens when we stock more drugs that is needed? Okay, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ഓർക്കുക, ഇറ്റ് ഇസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്തൊക്കെയാണ്, മിനിമൈസസ് വേസ്റ്റ് അല്ലെ, പരമാവധി വേസ്റ്റ് കുറയ്ക്കുക. അതുപോലെ ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ് അല്ലെ, ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ് ടു അച്ചീവ് ദ പോസിബിൾ ഔട്ട്കം അല്ലെ. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ മാക്സിമം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു കാര്യങ്ങളെയാണ് നമ്മളിവിടെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്, ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, മിനിമൈസസ് വേസ്റ്റ്, അതുപോലെ ഒപ്റ്റിമൈസസ് ദ റിസോഴ്സസ് ടു അച്ചീവ് ദ പോസിബിൾ ഔട്ട്കം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ അടങ്ങുന്നതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്, അത് ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സർവീസ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 6ാമത്തെ പോയിന്റ് ആണ് കണ്ടിന്യൂവിറ്റി, തുടർച്ച. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. നമുക്കറിയാം ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് പറയണമെങ്കിൽ അതിനൊരു കണ്ടിന്യൂവിറ്റി ഉണ്ടാവണം അല്ലെ. ഒരു തുടർച്ച, ഒരു പരിചരണത്തിൽ ഒരു തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് മാറൂ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ, കണ്ടിന്യൂവിറ്റി. നോക്കുക, continuity implies that the client receives the full range of health services he or she needs. Underline ചെയ്തിരിക്കുക കേട്ടോ. Continuity എന്ന് പറഞ്ഞാൽ എന്താണ്, continuity means the providing the health services in all full range അല്ലെ. ഫുൾ റേഞ്ചിൽ ഒരു പേഷ്യന്റിന് നമ്മൾ സർവീസ് കൊടുക്കുന്നതിനെയാണ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And when the case is beyond us, we refer him or her to the right level for further care. Continuity may be attained by the patient seeing the same primary health care worker or by keeping exact health records so that another staff can have sufficient information to follow up the patient. അതായത് ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണ്. ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ആ ഹോസ്പിറ്റലിൽ ഇല്ലാന്നിരിക്കട്ടെ, നമ്മൾ അവരെ പിടിച്ചു നിർത്താണോ വേണ്ടത്? അല്ല, അവർക്ക് നല്ല ട്രീറ്റ്മെന്റുകൾ കിട്ടുന്ന മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിലവിലുള്ള ഹോസ്പിറ്റലിൽ അതിനുള്ള കഴിവില്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അവിടേക്ക് നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തത്? കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് അല്ലെ. അതായത് ആ രോഗിക്ക് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ട്രാൻസ്പോർട്ടും മറ്റുമൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്.
കേട്ടോ. ഓക്കെ, അതുകൂടാണ്ട് കണ്ടിന്യൂറ്റി നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കും എന്നാണ് പറയുന്നത്. ഒന്നെങ്ങനെയാണ്, ഒന്നുകിൽ അവർ ചികിത്സിക്കുന്ന പ്രൈമറി ഹെൽത്ത് വർക്കറായിട്ട് സംസാരിച്ചോ, അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്താൽ മതി, ഹെൽത്ത് റെക്കോർഡുകൾ കീപ്പ് ചെയ്താൽ മതി അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു രോഗിയുടെ ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇത് പഠിച്ചതല്ലേ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതല്ലേ. അവിടെ നമ്മൾ എന്താണ്, പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്, ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. കണ്ടിന്യൂറ്റി ഓഫ് കെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെഡിക്കൽ റെക്കോർഡുകൾ പാസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് അല്ലെ സേഫ്റ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രൊട്ടക്ടിങ് ദ പേഷ്യൻസ് ഫ്രം ഹാം, ഇഞ്ചുറി അല്ലെ, അതുപോലെ അതർ എറേഴ്സ് അല്ലെ, വൈൽ ഗിവിംഗ് ദ ഹെൽത്ത് കെയർ സർവീസസ്. നമ്മൾ ഹെൽത്ത് കെയർ സേവനങ്ങൾ കൊടുക്കുമ്പോൾ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അല്ലെ. പേഷ്യന്റിന് യാതൊരു തരത്തിലുള്ള അപകടങ്ങളോ മറ്റേതെങ്കിലും മെഡിക്കൽ എററുകളോ ഒന്നും വരാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുക്കുന്നതിനെയാണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് അനദർ കമ്പോണന്റ് ഓഫ് ദ എന്താണ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. സേഫ്റ്റി implies that when providing health services, we reduce the barest minimum injuries, infections, harmful after effects, and other dangers to clients and to staff. നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുക്കുന്ന സമയത്ത് മാക്സിമം അപകടങ്ങൾ ഇല്ലാതെ, മിനിമം, അതായത് ഏറ്റവും കുറഞ്ഞ ഇഞ്ചുറി ഒന്നും വരാതെ, മറ്റുള്ള ഇൻഫെക്ഷൻസോ എന്തെങ്കിലും എററുകളോ ഒന്നും വരാത്ത രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. വെൻ പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ, വി ഷുഡ് നോട്ട് പുട്ട് ദ പേഷ്യൻസ് ലൈഫ് അറ്റ് റിസ്ക്. നമ്മളൊരു ക്വാളിറ്റി കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പേഷ്യന്റിന്റെ ലൈഫ് നമ്മൾ റിസ്ക് ആക്കാനായിട്ട് പാടില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, വി ഷുഡ് നോട്ട് ഗിവ് ഇൻസെക്യൂർ ബ്ലഡ് ടു പേഷ്യൻസ് ആൻഡ് thereby infect them with HIV or AIDS അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ബ്ലഡ്, നമ്മൾ ഏറ്റവും ഒരു ബ്ലഡ് നമ്മൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെയധികം എന്താണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന്റെ ഭാഗമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത പോയിന്റ്, എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us and our clients and community. us എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റൽ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻ ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ക്ലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഹോസ്പിറ്റലിന്റെ അതിന്റെ ക്ലയൻസും കമ്മ്യൂണിറ്റിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു റിലേഷനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബിറ്റ്വീൻ ഹെൽത്ത് മാനേജേഴ്സ് അല്ലെ, അപ്പൊ അതിലെ ഹെൽത്ത് പ്രൊഫഷണൽസുകൾക്കിടയിലും അവർക്ക് പുറത്തുള്ള മറ്റുള്ള ക്ലയൻസും കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെയുള്ള ആ ഒരു ഇന്ററാക്ഷൻസിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, we should show respect to our clients, feel for our patients, and not to be rude or shout at them, not to reveal information we get from the patients to other people. അല്ലെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസ് എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? നമ്മള് ക്ലയൻസിനെ എന്ത് ചെയ്യാം? റെസ്പെക്ട് ചെയ്യാം അല്ലെ, അവരുടെ നീഡ്സ് റിക്വയർമെന്റ്സുകളൊക്കെ നമ്മൾ പരിഗണിക്കുക. അതുപോലെ തന്നെ എന്താണ്, അവരോട് എപ്പോഴും വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് അവരോട് പ്രവർത്തിക്കുക. ഒരിക്കലും അവരോട് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ലംഘിച്ചിട്ട് മറ്റൊരാളോട് വെളിപ്പെടുത്താൻ അങ്ങനെയൊന്നും ചെയ്യരുത് അല്ലെ. അങ്ങനെയൊന്നും ചെയ്യാതെ ആ രീതിയിൽ വേണം നമ്മൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു ഇന്റർപേഴ്സണൽ റിലേഷൻസ്, നല്ല ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതും ഇതിന്റെ ഭാഗമാണ്, ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാല് അമ്യൂണിറ്റീസ് ആണ് കേട്ടോ. അമ്യൂണിറ്റീസ് മീൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ, ഫെസിലിറ്റീസ് ആണ് കേട്ടോ, സൗകര്യങ്ങളാണ്. ദാറ്റ് മീൻസ് comforts and facilities are it, comforts and facilities that are given to the patients. Okay, beyond the basic
മെഡിക്കൽ കെയർ അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയറിനപ്പുറത്തേക്ക് നമ്മൾ ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ അല്ലെ, ആ ഒരു ഫെസിലിറ്റികൾ, അതിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അമ്യൂണിറ്റീസ്. ശരിയല്ലേ? ഇപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സർവീസ് ആണെന്നെങ്കിൽ പറയണമെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും അല്ലെ. എന്നുവെച്ചാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടല്ലെങ്കിലും അത്യാവശ്യം ഫെസിലിറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. These are the features that can be given by our health facilities to make the life smooth and pleasant for clients. നമ്മളൊരു ക്ലയൻസിനെ, ദാറ്റ് മീൻസ് നമ്മുടെ ക്ലയൻസ് തന്നെ പേഷ്യൻസ് ആണ് അല്ലെ, അപ്പൊ പേഷ്യൻസിനെ ആയിട്ടുള്ള ഒരു ഡീലിങ്സ് സ്മൂത്ത് ആക്കാനും വളരെ പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചില ഫെസിലിറ്റി, അതാണ് നമ്മൾ പറഞ്ഞ കംഫർട്ട്സ് ആൻഡ് ഫെസിലിറ്റീസ് ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ടു ദ പേഷ്യൻസ് അല്ലെ. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി ദാറ്റ് ഈസ് കോൾഡ് അമ്യൂണിറ്റീസ് കേട്ടോ. They contribute to clients' contentment and make clients ready to use our service. അപ്പൊ നമ്മൾ അങ്ങനെ ഫെസിലിറ്റികൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ക്ലയൻസിന് കൂടുതൽ സംതൃപ്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അവര് എന്താണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അവർ ആ സേവനങ്ങൾ എടുക്കാനായിട്ട് അവര് തയ്യാറാകൂ. For example, നോക്കിയേ, കംഫർട്ടബിൾ സീറ്റ്സ്, ടെലിവിഷൻ സെറ്റ്സ്, മ്യൂസിക്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ്, എക്സെട്രാ OPD എംആർസ്. നമുക്കറിയാലോ, ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും നമ്മൾ OPD പോയി പിന്നെ TV ഉണ്ടാവും, അതുപോലെ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഇരിക്കാനുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്താണ്, ആ ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ തന്നെ ഭാഗമാണ് ഈ പറയുന്ന ഫെസിലിറ്റികൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ഒരു 50 പോയിന്റുകളും ഒന്ന് ശരിക്കും മനസ്സിരുത്തി വായിക്കട്ടെ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയല്ലോ അല്ലേ? ആ 9 കമ്പോണന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? 9 കമ്പോണന്റുകള്, ആ പോയിന്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഓരോ പോയിന്റുകളും മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങളോട് ചോദിക്കാം, ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസസിൽ ഉൾപ്പെടുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാവുന്നതാണ് ആക്സസ്. ആക്സസ് എന്ന് പറഞ്ഞ എൻട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻട്രീനെ സ്വാധീനിക്കുന്ന, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഓക്കെ, പിന്നെ കൾച്ചർ, ബിലീഫ്സ്, വാല്യൂസ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണ് കേട്ടോ. പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അതായത് നമ്മളിപ്പോ ഈ ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണന്റുകൾ മനസ്സിലാക്കി. ഇനി നമ്മള് ഒരു ക്വാളിറ്റിയെ 3 പേരുടെ പോയിന്റ് ഓഫ് എന്താണ് പറയാ, അവരുടെ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കിക്കാണാം. അതായത് ഒരു ഈ പറയുന്ന ഒരു ക്വാളിറ്റീനെ 3 പേരുടെ ആ ഒരു വീക്ഷണകോണിലൂടെ നമ്മൾ നോക്കുകയാണ്, അവരുടെ കാഴ്ചപ്പാട് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് 3 പേരെന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും ഒന്നൊരു പേഷ്യന്റിന്റെ കാഴ്ചപ്പാടിലൂടെ, ഒരു പേഷ്യന്റ്, പിന്നെ 2 വന്നിട്ട് ഒരു ഹെൽത്ത് സ്റ്റാഫ്, ഓക്കെ, ഒരു ഹെൽത്ത് സ്റ്റാഫ്,
പിന്നെ ഒരു ഹെൽത്ത് കെയർ മാനേജർ. ഇവരുടെ 3 പേരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ഒരു ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഇത് ഓരോരുത്തരും നമ്മളാണെന്ന് വിചാരിക്കുക. നമ്മളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് നോക്കിക്കാണും. എങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു പേഷ്യന്റ്, ഞാനൊരു പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഒരു ഹെൽത്ത് സർവീസ് അതൊരു ക്വാളിറ്റി ഉള്ളതാണെന്ന് ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഹെൽത്ത് സ്റ്റാഫ് ആണ് ഇമ്പോർട്ടന്റ്. ഞാൻ പേഷ്യന്റ് അല്ല, ഞാൻ ഒരു ഹെൽത്ത് സ്റ്റാഫ് ആണെന്നിരിക്കും, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് സ്റ്റാഫ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിനെ എങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതുപോലെ ഒരു ഹെൽത്ത് കെയർ മാനേജർ, നമ്മളെല്ലാം സ്വയം നമ്മളായിട്ട് വിചാരിക്കുക, ഈ പറയുന്ന ആൾക്കാർ നമ്മളാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ രീതിയിൽ അതിനെ നോക്കാം. ഓക്കെ, അതാണ് അവിടെ പെർസ്പെക്ടീവ്സിൽ പറയുന്നത് കേട്ടോ. ജസ്റ്റ് വായിക്കാൻ നമുക്ക്. ദ ഹെൽത്ത് സ്റ്റാഫ്, health manager, clients and communities are all stakeholders in service delivery. Stakeholder എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്നേഴ്സ് ആണ് അല്ലെ. നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് സർവീസിന്റെ ഡെലിവറിയിലെ ഭാഗങ്ങളാണ് ഹെൽത്ത് സ്റ്റാഫുകൾ ആയിക്കോട്ടെ, ഹെൽത്ത് മാനേജേഴ്സ് ആയിക്കോട്ടെ, പേഷ്യന്റ് ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരും ഈ പറയുന്ന ഹെൽത്ത് സർവീസിന്റെ ഭാഗമാണ് അല്ലെ. ഇപ്പൊ ഹെൽത്ത് സ്റ്റാഫുകളും ഹെൽത്ത് മാനേജേഴ്സും സർവീസ് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആ സർവീസ് കൈപ്പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും എന്താണ് ഹെൽത്ത് സർവീസ് ഡെലിവറിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും എന്താണ് വ്യൂ പോയിന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും, പെർസ്പെക്ടീവ്സ് വ്യത്യാസം, ഓരോരുത്തരും അതിനെ നോക്കി കാണുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് വി ഹോപ്പ് ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസ്. അതെ, ഈ പറയുന്ന ഓരോരുത്തരും ഒരു ഹെൽത്ത് സർവീസസിൽ നിന്നും പല കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പലരും പല രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷെ ആ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. കാര്യം എന്താ? എന്റെ ചില പ്രതീക്ഷകളുണ്ട്, ഞാൻ അതിനെ വ്യൂ ചെയ്യുന്നത് എന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കി കാണുമ്പോൾ എനിക്കത് ക്വാളിറ്റി ഉണ്ട് എന്ന് കരുതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് ക്വാളിറ്റി ഉണ്ടാവുന്നത് യാതൊരു നിർബന്ധമില്ല. ഓരോരുത്തരുടെയും പെർസ്പെക്ടീവ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ അതിലൂടെ നോക്കി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ദ പേഷ്യന്റ് ഓർ client കേട്ടോ, പേഷ്യന്റ് ഓർ ക്ലയന്റ്. ഓക്കെ, ശ്രദ്ധിക്കാം. റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി റിവീൽസ് ദാറ്റ് അവർ പേഷ്യൻസ് ഓർ ക്ലയന്റ്സ് റിക്വയർ സർവീസസ് ദാറ്റ് are delivered on time by friendly and respectful staff, are safe, generate positive result, and that they can afford, and provide them with sufficient information about their condition and treatment, provide them with all the drugs they require, and give privacy, are within their reach and given in a language they can understand. അത് പറഞ്ഞത് മുഴുവൻ ഓരോ പോയിന്റുകളാണ്. അതായത് നമ്മളൊരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിലൂടെ, അവരുടെ പെർസ്പെക്റ്റീവിലൂടെ എങ്ങനെയാണ് ഒരു ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റിനെ അവർ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഹെൽത്ത് സർവീസ് ആയിരിക്കും ക്വാളിറ്റി ഉള്ളതായിരിക്കാം, അതിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദ സർവീസസ് ദാറ്റ് ഷുഡ് ബി ഡെലിവേർഡ് ഓൺ ടൈം. അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ കൃത്യസമയത്ത് കൊടുക്കണം. ശരിയല്ലേ? ഞാനൊരു പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ പറയണം ഹെൽത്ത് സർവീസ് നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്ന്, ആ സേവനങ്ങൾ എനിക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. ദാറ്റ് ഡെലിവേർഡ്, അതായത് സർവീസസ് ദാറ്റ് ഷുഡ് എന്താണ് പ്രൊവൈഡ് ഓൺ ടൈം, കറക്റ്റ് സമയത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ ദേ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ. അവര് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടണം അല്ലെ. ഇതേ അവർക്ക് അത് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുള്ളൂ അല്ലെ. അവരോട് വളരെ റൂഡായിട്ട് വളരെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അവരോട് എപ്പോഴും എന്ത് ചെയ്യണം? വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവരോട് സർവീസ് കൊടുക്കേണ്ടത്. പിന്നെ സർവീസസ് ആർ സേഫ്. സർവീസസ് ദാറ്റ് ഷുഡ് ബി സേഫ്. കൊടുക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ സേഫ് ആയിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് ഷുഡ് ജനറേറ്റ് എ പോസിറ്റീവ് റിസൾട്ട് അല്ലെ. അത് മാത്രമല്ല, കൊടുക്കുന്ന ഹെൽത്ത് സർവീസസ് ദാറ്റ് ഷുഡ് ജനറേറ്റ് എ പോസിറ്റീവ് റിസൾട്ട്. ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസുകളായിരിക്കണം. അതുപോലെ അടുത്തത് എന്താണ്? that they can afford. എന്ന് വെച്ചാൽ സർവീസസ് ദാറ്റ് ഷുഡ് ബി അഫോർഡബിൾ. അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ എപ്പോഴും അഫോർഡബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? പ്രൊവൈഡ് ദം വിത്ത് സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതുപോലെ ഒരു രോഗിയെ സംബന്ധിച്ച് അവർക്കത് ക്വാളിറ്റി ഉള്ളതാവണമെങ്കിൽ അവരങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? അവരുടെ കണ്ടീഷൻസിനെ പറ്റിയിട്ടും അവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെ.
ഓക്കെ, പിന്നെന്താണ്, പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദി ഡ്രഗ്സ് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ ഗീവ് പ്രൈവസി അല്ലെ, അവരുടെ സ്വകാര്യതയെ പാലിക്കണം. ഇതെല്ലാം തന്നെ എന്തായിരിക്കണം, വിത്തിൻ ദെയർ റീച്ച് ആയിരിക്കണം അല്ലെ, അവർക്ക് റീച്ചബിൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം തന്നെ അവർക്ക് റീച്ചബിൾ ആയിരിക്കണം. ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ്. മാത്രമല്ല അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് അവരുടെ ലാംഗ്വേജിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം. നമ്മളൊരു പേഷ്യന്റ് ആണെങ്കിൽ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവുള്ളൂ, അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായിരുന്നു പോയിന്റ്? ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റില് ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എങ്ങനെയായിരിക്കണം? സർവീസസ് ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺ ടൈം. അതുപോലെ പേഷ്യൻസ് ആർ ട്രീറ്റഡ് ആസ് ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ മാനർ. ദ ട്രീറ്റ്മെന്റ് ഷുഡ് ബി സേഫ് ആയിരിക്കണം. അതുപോലെ സർവീസസ് ദാറ്റ് ഷുഡ് ജനറേറ്റ് എ പോസിറ്റീവ് റിസൾട്ട് ആൻഡ് സർവീസസ് ആർ അഫോർഡബിൾ ആയിരിക്കണം. ആൻഡ് സർവീസസ് ദാറ്റ് പ്രൊവൈഡ് വിത്ത് സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതുപോലെ പ്രൊവൈഡ് പേഷ്യൻസ് with all the drugs they require, and they should consider their privacy, and they are all within their reachable ആയിരിക്കണം. And given in a language they can understand. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണോ ഒരു പേഷ്യന്റിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളായിട്ട് സങ്കല്പിക്കാം, പേഷ്യന്റ് നമ്മളെ പേഷ്യന്റ് ആണെങ്കിൽ നമ്മളെ ഇങ്ങനെയായിരിക്കും നോക്കിക്കാണാം. ഇനി അടുത്തത് ഒരു ഹെൽത്ത് സ്റ്റാഫാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഹെൽത്ത് സ്റ്റാഫ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണാം, ആ രീതിയിൽ ചിന്തിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഹെൽത്ത് സ്റ്റാഫ് കേട്ടോ. അതാണ് ഹെൽത്ത് സ്റ്റാഫ്. ഓക്കെ, ഇനി ഒരു ഹെൽത്ത് സ്റ്റാഫിന്റെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കിക്കാണാന് എങ്ങനെയായിരിക്കണം? ദ ഹെൽത്ത് പ്രൊവൈഡർ can provide quality care if he or she has a sufficient knowledge and skills. ഒന്നാമത്തെ കാര്യം എന്താണ്, ഒരു ഹെൽത്ത് സ്റ്റാഫ് അവർ സർവീസ് കൊടുക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ സർവീസ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ അവർക്ക് അതിന് എന്ത് വേണം, ടെക്നിക്കൽ കോമ്പിറ്റൻസ് വേണം അല്ലെ. അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള നോളജും സ്കില്ലും അവർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഹെൽത്ത് പ്രൊവൈഡർക്ക് നല്ല ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ആഡിക്വേറ്റ് റിസോഴ്സ് സ്റ്റാഫ്, അതുപോലെ ഒരു ഹെൽത്ത് സ്റ്റാഫുകളെ അവിടെ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഡ്രഗ്സ് ഉണ്ടായിരിക്കണം, മരുന്നുകൾ ഉണ്ടായിരിക്കണം, മറ്റ് സപ്ലൈസ് ഉണ്ടായിരിക്കണം. അതുപോലെ എക്യുപ്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, വളരെ സേഫ് ആയിട്ടുള്ള വളരെ വൃത്തിയുള്ള ഒരു വർക്ക് പ്ലേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക്, അവർ ചെയ്യുന്ന നല്ല സേവനങ്ങൾക്ക് അവർക്ക് അർഹമായിട്ടുള്ള പേയ്മെന്റ് ലഭിക്കണം. അവർക്ക് പ്രതിഫലങ്ങൾ, റെക്കഗ്നേഷൻസ് അവർക്ക് ലഭിച്ചിരിക്കണം. അങ്ങനെയല്ലേ ഒരു ഹെൽത്ത് സ്റ്റാഫ് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിനെ നോക്കിക്കാണുന്നത്. ഒരു ക്വാളിറ്റിനെ അവരെങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്, അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല നോളജും അതുപോലെ സ്കിൽ ഉണ്ടാവണം. അതുപോലെ അവർക്ക് എത്ര നല്ല സേവനങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവണം. റിസോഴ്സ് ഇല്ലാതെ എത്ര എന്താ പറയാ സർവീസ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റിസോഴ്സ് ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം, അവരുടെ ഡ്രഗ്സ് ഉണ്ടായിരിക്കണം, സപ്ലൈസ് ഉണ്ടായിരിക്കണം, എക്യുപ്മെന്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് കൊടുക്കണം. അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റുകളും അംഗീകാരവും റെക്കഗ്നേഷൻ റിവാർഡുകൾക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് കാര്യം മൂന്നാമത്തെ ആളുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കുകയാണ്. അതാരാണ്? ഹെൽത്ത് കെയർ മാനേജർ ആണ് കേട്ടോ. ആരാണ്? ഹെൽത്ത് കെയർ മാനേജർ ആണ്. ഹെൽത്ത് കെയർ മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സൂപ്പർവൈസറി റോള് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കീഴില് മറ്റ് സ്റ്റാഫുകളുണ്ട്. അവർക്ക് വേണ്ട സൂപ്പർവിഷനും ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഒരു ഹെൽത്ത് കെയർ മാനേജർ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് നോക്കാം. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ. എങ്ങനെയാണ് അദ്ദേഹം ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഹെൽത്ത് ഫെസിലിറ്റിയിലുള്ള എല്ലാ റിസോഴ്സുകളും വളരെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക. അങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ മാനേജർ ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്.
അല്ലെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റു പല കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർജറ്റ്. അവരുടെ കീഴിലുള്ള ഹെൽത്ത് സ്റ്റാഫുകള് ടാർജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫുകള് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കണം, അവർക്ക് വേണ്ട സൂപ്പർവിഷൻ കൊടുത്തിരിക്കണം. അതുപോലെ ഹാവിംഗ് ആംപിൾ ആൻഡ് കോമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. നല്ലൊരു പരിചരണം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അവർക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് നമുക്ക് നൽകാൻ പറ്റൂ. അപ്പൊ നമ്മള് വേറൊന്നുമല്ല, ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലൂടെ അതിനെ നോക്കി കണ്ടതാണ്. ഓക്കെ, ഒന്ന് പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിലൂടെ ഹെൽത്ത് സ്റ്റാഫ്, പിന്നെ ഹെൽത്ത് കെയർ മാനേജർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ ഏജൻസിയെ പറ്റിയിട്ടാണ് കേട്ടോ. അതാണ് അക്രഡിറ്റേഷൻ ഏജൻസി. ഓക്കെ, എന്താണ് ഒരു അക്രഡിറ്റേഷൻ ഏജൻസി? അക്രഡിറ്റേഷനെ പറ്റിയിട്ട് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അക്രഡിറ്റേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നോക്കുക, അക്രഡിറ്റേഷൻ ഏജൻസി is an entity separate and distinct from the healthcare organization, normally non-governmental. കണ്ടോ, എന്താണ് ഒരു അക്രഡിറ്റേഷൻ? നമുക്കറിയാം NABH, നമ്മൾ പഠിക്കാൻ പോകുന്ന JCA അല്ലെ, ഇതൊക്കെ എന്താണ്? ഓരോ അക്രഡിറ്റേഷൻ ഏജൻസികളാണ്. ആദ്യം ഇത് കറക്റ്റ് ആണ് കേട്ടോ. അംഗീകാരം അല്ലെ, അക്രഡിറ്റേഷൻ വിത്ത് പബ്ലിക് റെക്കഗ്നിഷൻ. കറക്റ്റ് ആണ് കേട്ടോ, വിസ്മയം. അത് പഠിച്ച കാര്യമാണ്. അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ആണ് ശരിക്കും, ഇതൊരു എൻറ്റിറ്റി ആണ് കേട്ടോ. അതൊരു സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും എന്താണ് പുറത്തുള്ള, അതിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അത് നോർമലി നോൺ ഗവൺമെന്റൽ ആയിരിക്കും. അതായത് ഒരു ഗവൺമെന്റ് ഇതര ഒരു സ്ഥാപനമാണ് കേട്ടോ. ഓക്കെ, അതായത് നോൺ ഗവൺമെന്റൽ ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഏജൻസിയാണ് ശരിക്കും കേട്ടോ. ഓക്കെ, അതൊരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഏജൻസിയാണ്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ ഏജൻസിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റോളുകളാണ് അവർക്ക് കൈകാര്യം ചെയ്യാനുള്ളത് നോക്കി. അസസ്സസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ to decide if it meets a set of needs, that means standards, planned to improve the safety and quality of care. അതായത് ഈ രോഗികളുടെ സേഫ്റ്റിയും അതുപോലെ ക്വാളിറ്റി ഓഫ് കെയറും ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എല്ലാ സ്റ്റാൻഡേർഡുകളും അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെ അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഇത്തരം അക്രഡിറ്റേഷൻ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഒരു അക്രഡിറ്റേഷൻ ഏജൻസി എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകളെ എല്ലാവിധ സ്റ്റാൻഡേർഡുകളും കൃത്യമായിട്ട് അവര് മീറ്റ് ചെയ്യുന്നുണ്ടോ
ചെയ്യുന്നുണ്ടോ, നിറവേറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ആര് പ്രവർത്തിക്കുന്നത്? അക്രഡിറ്റേഷൻ ഏജൻസി പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി ആണ്, അല്ലെ, സ്വമേധയാ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാല് അക്രഡിറ്റേഷൻ എന്തല്ല, ശരിക്കും ഒരു ലീഗൽ റിക്വയർമെന്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാക്കി, ഒരു ലീഗൽ റിക്വയർമെന്റ് എന്നൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതൊരു വോളണ്ടറി ആണ്. അക്രഡിറ്റേഷൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അതിന് വേണ്ടി എടുക്കാം. ഓക്കെ, അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് കേട്ടോ. അപ്പൊ ഒരിക്കലും അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതൊരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമല്ല, ഇതൊരു വോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഹോസ്പിറ്റലുകൾക്ക് വേണമെങ്കിൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാൻ അതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അക്രഡിറ്റേഷൻ ഇസ് എ പബ്ലിക് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു. എന്നതുപോലെ മറ്റൊരു ഫീച്ചർ ആണ് എന്ത്? അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി ആണ്. ഓക്കെ, ഓട്ടോണോമസ് ആണ്. ശരിയാണ്, ഓട്ടോണോമസ് ആണ് അല്ലെ. ഇത് സ്വയം ഭരണാധികാരമുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. കാര്യം ആരും അവരിൽ എന്താവുന്നില്ല, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല. ഒരു എക്സ്റ്റേണൽ ഏജൻസി ആണ് അല്ലെ. അവിടെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അവരെ? ഇല്ല. അവരതുകൊണ്ട് തന്നെ ഓട്ടോണോമസ് ആണ് അല്ലെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. സോ അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് ആൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, അക്രഡിറ്റേഷൻ ഏജൻസികൾ ഇനി ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടംപോലെ അല്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഏജൻസികൾ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി അസസ്മെന്റ് മാനേജ്മെന്റ് ടൂളിനകത്ത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഏജൻസികളാണ് കേട്ടോ അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. അതൊരു മനസ്സിലായല്ലോ, അതൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ദാറ്റ് മീൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു എന്റിറ്റി ആണ്. അവരുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എല്ലാവിധ സ്റ്റാൻഡേർഡുകളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ അക്രഡിറ്റേഷൻ ഒരു വോളണ്ടറി ആണ്, അതൊരു ലീഗൽ റിക്വയർമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു വോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബെനിഫിറ്റ്സ് പഠിക്കാം കേട്ടോ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വ്യാഴാഴ്ച നമ്മുടെ ഈ ടൈം ടേബിളിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം വ്യാഴാഴ്ച എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. വേറെ ആരുടെയും ക്ലാസ് ഉണ്ടാവില്ല. 1:30 തൊട്ട് 3:30 വരെ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ അങ്ങനെയാണ് പറയാ, ടൈം ടേബിളിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം 1-2 മിസ്മാർ ഇപ്പോ ലീവിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പൊ HSC17 വ്യാഴാഴ്ച ദിവസം 1:30 to 3:30 എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പൊ 1 മണിക്കൂർ കഴിയുമ്പോൾ ചെറിയൊരു ബ്രേക്ക് ഒക്കെ തരാം, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ അവർ എടുക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കമ്പോണന്റുകൾ പഠിച്ചു വെക്കണം കേട്ടോ. പോയിന്റ് പഠിച്ചു വെക്കാം. ഏതാണ് എത്രാമത്തെയാ? 8th പോയിന്റ്. ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് വർക്കേഴ്സിന് ഇടയിൽ അവർക്ക് പരസ്പരം അവരുടെ ഇടയിലും അവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെയുള്ള ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻ ഇല്ലാതെ നമുക്ക് നല്ലൊരു ഹെൽത്ത് സർവീസ് കൊടുക്കാൻ പറ്റില്ല അല്ലെ. നല്ലൊരു സർവീസ് വേണമെങ്കിൽ പരസ്പരം ഹെൽത്ത് വർക്കേഴ്സ് തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാവണം, അവര് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് മാത്രമല്ല അവര് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മള് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവര് പേഷ്യൻസിന്റെ അടുത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് വി ഷുഡ് ഷോ ദ റെസ്പെക്ട് ടു അവർ ക്ലയൻസ്. നമ്മൾ പേഷ്യൻസിനോട് എപ്പോഴും റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറണം, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അവരോട് പെരുമാറുക. അതുപോലെ ഫീൽ ഫോർ അവർ പേഷ്യൻസിന്റെ ആ ഒരു അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസിനെ പരിഗണിക്കുക. അതുപോലെ നോട്ട് ടു ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. അവരോട് ഒരിക്കലും മോശമായിട്ടോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊന്നും അവരോട് പെരുമാറാൻ പാടില്ല. പിന്നെ അവരിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാനും പാടില്ല.
അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ആ ഒരു ഹെൽത്ത് സർവീസ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ് കാണാം.